ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കണ്ണൂർ കായലോട് യുവതി ജീവനൊടുക്കിയ കേസിൽ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പിണറായി പോലീസ് സ്റ്റേഷനിലാണ് റഹീസ് ഹാജരായത്. കേസിൽ ഇയാളുടെ മൊഴി നിർണായകമാണ്. കെ വി ബൈജു ചേരുന്നു. ബൈജു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന സംഭവമാണ് ആൾക്കൂട്ട വിചാരണ. ഒരു യുവതിക്ക് ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യമാണ്. ഒടുവിൽ ഈ യുവാവ് എവിടെ എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമാവുന്നത്. യുവാവ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് നടപടികൾ? അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയാണോ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം? തീർച്ചയായും ഈ കേസിൽ റഹീസിന്റെ മൊഴി നിർണായകമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉൾപ്പെടെ ഈ ചോദിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ് റഹീസ് എന്നാണ്. ഈ യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഏതെങ്കിലും തരത്തിൽ റഹീസിനെതിരെ ഒരു പരാമർശമില്ല. മാത്രമല്ല, ഈ സംഭവം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് റഹീസിനെയാണ്. അതുകൊണ്ട് തന്നെ റഹീസിന്റെ മൊഴി ഇതിൽ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെയോട് കൂടിയാണ് റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. നിലവിൽ റഹീസിന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ നടന്നതെന്ന് റഹീസിന് അറിയാം. കാരണം റഹീസ് ഈ സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഘം വരികയും വലിയ തോതിൽ അക്രമം നടത്തുകയും റഹീസിനെ മർദ്ദനമേൽക്കേണ്ടി വരികയും ചെയ്തത്. മാത്രമല്ല, റഹീസിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണും ടാബും ഇവർ പിടിച്ചു വാങ്ങുകയും ചെയ്യുകയായിരുന്നു. അത് ഈ പ്രതികൾ അറസ്റ്റ് ആയതിനു ശേഷമാണ് പോലീസിനെ വീണ്ടെടുക്കാനായത്. അത്ര സമയം ഈ വസ്തുക്കൾ, ഈവൻ റഹീസിന്റെ വസ്തുക്കൾ ഇവരുടെ കയ്യിലായിരുന്നു. എന്നാലും റഹീസിന് വലിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അത് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മാത്രമല്ല, ഈ മാതാവ് ഈ റഹീസിനെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ആത്മഹത്യക്ക് കാരണം റഹീസ് ആണെന്ന തരത്തിൽ മാതാവിന്റെ ഒരു പരാതി ഇപ്പോൾ പിണറായി പോലീസിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അവ്യക്തതയുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യമായ വിവരം റഹീസിന്റെ മൊഴിയെടുക്കുന്നതോടുകൂടി ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. പോലീസ് ഇയാൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇയാളുടെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. എന്തിനാണ് റഹീസ് ഇത്രയും ദിവസം, അതായത് ഈ സംഭവം, ഈ യുവതി ആത്മഹത്യ ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ്, ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നതും. ഇത്രയും ദിവസം റഹീസ് എവിടെയായിരുന്നു? എന്തിനാണ് മാറുന്നത്? ആരെയാണ് റഹീസ് ഭയക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ റഹീസിന് വീണ്ടും ഭീഷണിയുണ്ടോ? ഇത്തരം കാര്യങ്ങൾ അറിയാനുണ്ട്. അതോടൊപ്പം മാതാവ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇത് അപ്പോഴും പോലീസ് വ്യക്തമാക്കുന്നത് ഇതൊരു സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് മനം നൊന്ത് യുവതി ആത്മഹത്യ ചെയ്തു എന്ന കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അത് ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഒപ്പം ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലുമുണ്ട്. എന്തായാലും റഹീസിന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് അല്പസമയത്തിനകം ഇതിലൊരു വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ റഹീസ് എന്താണ് ഇതിൽ പറയുന്നത്? റഹീസിന് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്? മാതാവ് ഗുരുതരമായ ആരോപണം റഹീസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ മകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി സ്വർണവും പണവും തട്ടി, ഒപ്പം നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുൾപ്പെടെ വളരെ ഗുരുതരമായ ആരോപണമാണ് റഹീസിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ മാതാവ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നു എന്നത് അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ യുവതി ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ആത്മഹത്യാക്കുറിപ്പ് വളരെ സുരക്ഷിതമായി എത്തേണ്ട കൈകളിൽ, അതായത് പോലീസിനെയോ അല്ലെങ്കിൽ കൃത്യമായി എത്തേണ്ട കൈകളിൽ തന്നെ എത്താൻ അത് ശരീരത്തെ ഒളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിലും ഈ റഹീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്കുപോലുമില്ല എന്നാണ് പോലീസ് കൃത്യമായി പറയുന്നത്. ആരൊക്കെ ഉപദ്രവിച്ചു, എന്തൊക്കെ അവിടെ നടന്നു, അതെല്ലാം ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശങ്ങളും റഹീസിന്റെ മൊഴിയും അതായിരിക്കും ഇനി കേസന്വേഷണത്തിൽ മുന്നോട്ട് പോവുക. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരുന്നു റഹീസിനെ കണ്ടെത്താൻ കഴിയാത്തത്. റഹീസിനായി പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നു. റഹീസ് എന്തിനാണ് മാറി നിൽക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ റഹീസ് ഹാജരായിരിക്കുന്നത്. പിണറായി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഹാജരായത്. ഈ വിവരം ന്യൂസ് 18 ആദ്യം പുറത്തുവിടുന്നതും. എന്തായാലും വളരെ നിർണായകമായ ഒരുപാട് ദുരൂഹതകളുള്ള അവ്യക്തത നിറഞ്ഞ ഈ കേസിൽ ഏതാനും മണിക്കൂറുകൾക്ക് തന്നെ ഒരു ഉത്തരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മൊഴിയെടുക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കേസിലെ മറ്റു വിവരങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ ഒരു പോലീസിന് വ്യക്തത ഇതോടുകൂടി വരും. അതിന് കൂടുതൽ പേർ പ്രതികളാകുമോ എന്നത് അറിയേണ്ടതുണ്ട്. നിലവിൽ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ 3 പേരും SDPIയുടെ സജീവ പ്രവർത്തകരാണ്. 3 പേർ കൂടി പോലീസ് വലയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ്
പോലീസ് വ്യക്തമാക്കുന്നത്. അതിന് കൂടാതെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ പുതിയ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അത്തരം ഈ കുടുംബം ഇങ്ങനെ ഒരു പരാതി വരാനിടയായ സാഹചര്യം, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അതിനെല്ലാം ഒരു ഉത്തരമാണ് റഹീസ് എവിടെ എന്ന ചോദ്യം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ പാർട്ടികൾ CPM ഉൾപ്പെടെ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ പിണറായി നടന്ന ഒരു കേരളത്തെ തന്നെ ഞെട്ടിച്ച, നേരത്തെ സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ചുരുളഴിയാൻ പോകുന്നത്. അത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ കൃത്യമായി പോലീസിന്റെ മൊഴിയെടുക്കൽ നടക്കുന്നത്. പിണറായി പോലീസ് സ്റ്റേഷൻ അകത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പോലീസ് സ്റ്റേഷന് പുറത്തും നിരവധി പോലീസുകാരുണ്ട്. എന്തായാലും ഇന്ന് പ്രതിഷേധങ്ങളുണ്ട്, ശക്തമായ പ്രതിഷേധങ്ങളുണ്ട്. ഇതിന് ഈ സംഭവത്തിൽ തുടർന്ന് ഇന്ന് DYFIയുടെ പ്രതിഷേധ മാർച്ചുണ്ട്. അതോടൊപ്പം SDPIയുടെ ഒരു മാർച്ച് കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ട് എന്നതാണ്. കാരണം ഇവർ ആരോപിക്കുന്നത് പോലീസിനെതിരെ, SDPIക്കെതിരെ പോലീസ് കള്ളക്കേസെടുക്കുന്നു, അവരെ കൊടുക്കാൻ ശ്രമിക്കുന്ന കേസിൽ എന്നൊക്കെ ആരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ചുള്ളത്. അതിന് വലിയ ഒരുക്കങ്ങൾ ഇവിടെ പോലീസ് സന്നാഹങ്ങളാണ് ഉള്ളത്. എന്നാലും അല്പസമയത്തിനകം മാർച്ചുണ്ട്. അത് തുടർന്ന് DYFIയുടെ മാർച്ചുണ്ട്. ഇത്തരം ഈ സംഭവങ്ങളെ അപലപിച്ചാണ് DYFIയുടെ മാർച്ചുള്ളത്. മഹിളാ മോർച്ചയുടെ പ്രതിഷേധമുണ്ട്. അത്തരത്തിൽ നിരവധി പ്രതിഷേധങ്ങളും കണ്ണൂരിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ വളരെ നിർണായകമായ റഹീസിനെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു കാര്യം നടക്കുന്നത്. അത് പിണറായി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ റഹീസിനെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സൈറ്റ് യെസ്, അതാണ് സാഹചര്യം. എന്തായാലും റഹീസിന്റെ മൊഴി നിർണായകമാണ് ഈ കേസിൽ. കാരണം ആൾക്കൂട്ട വിചാരണ മുമ്പ് 1-2 സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ പൊതുസമൂഹം അതിനെതിരെ ശക്തമായ നിലപാടെടുത്തതാണ്. പക്ഷെ സംഭവിച്ചത് ഇപ്പോൾ കണ്ണൂരിൽ പിണറായിയിൽ ഒരു യുവതിക്ക് ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആൾക്കൂട്ട വിചാരണയിൽ. ഇത് സംബന്ധിച്ച് SDPIയുടെ പാർട്ടി ഓഫീസിൽ വെച്ച് നടന്ന ആൾക്കൂട്ട വിചാരണയുടെ ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. അങ്ങനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിനിടയിലാണ് ഈ കുടുംബം, ഈ പെൺകുട്ടിയുടെ അമ്മ ചില പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇതിൽ ഈ കാണാതായ മയിൽ സ്വദേശിയായ ഈ യുവാവാണ് ഇതിന് പിന്നിൽ എന്ന തരത്തിൽ ആക്ഷേപമുണ്ടാവുന്നത്. അങ്ങനെ ഒടുവിൽ ആ യുവാവ് ഹാജരാവുകയാണ്. ഇനി പോലീസ് സ്വീകരിക്കുന്ന മൊഴിയെടുക്കൽ, വിശദാംശങ്ങൾ തേടൽ, ഇതിൽ നിന്ന് ഈ മരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഒരു പുതിയ വലിയ രാഷ്ട്രീയ വിവാദമായി തന്നെ ഈ സംഭവം മാറുന്നു. കാരണം യുവജന സംഘടനകളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്നതാണ്. DYFI ഒപ്പം തന്നെ മറ്റ് നിരവധി സംഘടനകളൊക്കെ പ്രതിഷേധവുമായിട്ടുണ്ട്. ഇന്ന് മഹിളാ മോർച്ചയുടെ പ്രതിഷേധമുണ്ട്, മറ്റ് സംഘടനകളുമുണ്ട്. ഇന്നലെ മാധ്യമങ്ങളോടക്കം പ്രതികരിച്ച SDPI നേതാക്കൾ തങ്ങളെ ഇതിൽ ബോധപൂർവമായി കൊടുക്കുന്നു എന്ന നിലപാടാണ് എടുത്തത്. തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന രീതിയിലാണ് അവർ വാദിച്ചത്. ബൈജു, ഒരു കാര്യം കൂടി, ഇന്നലെ SDPI കേന്ദ്രങ്ങൾ തന്നെയാണ് ഒരു വീഡിയോ പുറത്തുവിട്ടത് തങ്ങൾ ഇയാളെ മർദ്ദിച്ചിട്ടില്ല എന്ന വാദമുയർത്താൻ. പക്ഷേ അത് തെളിവാകുന്നത് യഥാർത്ഥത്തിൽ SDPIയുടെ ഓഫീസിലേക്ക് ഇയാളെ കൊണ്ടുവന്നു എന്ന തെളിവ് കൂടിയാണ് വരുന്നത്. എന്തിനു കൊണ്ടുവന്നു, എന്തിനാണ് ഇങ്ങനെ ആൾക്കൂട്ട വിചാരണ നടത്തേണ്ടി വന്നത്? ഇക്കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായും പോലീസിന്റെ അന്വേഷണം നടക്കും, അല്ലേ? തീർച്ചയായും യഥാർത്ഥത്തിൽ ആ ദൃശ്യം SDPI പുറത്തുവിടുന്നത് തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ യുവാവിനെ മർദ്ദിച്ചിട്ടില്ല, ഇതൊരു മധ്യസ്ഥ ചർച്ച എന്ന് വരുത്തി തീർക്കാനാണ്. പക്ഷേ അത്